ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞാൻ രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് തുടക്കം. അപ്പോൾ എൻ്റെ മോമിന് നേരത്തെ എണീക്കും. അപ്പോൾ ഞാൻ ഓനെ കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ തിന്നമ്മത പുട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനുള്ള ചുടുന്നുണ്ട്. ഞാൻ പിന്നെ മോനക്ക് ഓയിലൊക്കെ തേച്ച് കൊടുത്ത് ഓനെ കുളിപ്പിക്കാൻ വേണ്ടി നിന്ന്. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊന്ന് പുട്ടാണല്ലോ, പുട്ടൊക്കെ അമ്മ കുത്തി വെച്ചിരിക്കണ്. അപ്പോൾ ഞാൻ മൂത്താക്ക് കോഴിമുട്ട വേണം പറഞ്ഞപ്പം അത് പുഴുങ്ങിയിട്ട് എനിക്കിന്ന് രാവിലെ കോഴിമുട്ട കൊടുക്കാൻ വിചാരിച്ച്. പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നിന്ന്. നമുക്ക് പുട്ടും ഇറച്ചിക്കറിയും. ഞാൻ ചായയും പുട്ടും ഇറച്ചി അങ്ങനെ കൂട്ടില്ല, പൊരിച്ചത് കൂട്ടും, കറിയത്തെ കൂട്ടില്ല. അങ്ങനെ ചായ കുടിച്ച് ക്ലീനിങ്ങിലേക്ക് നിന്ന് പാത്രമൊക്കെ കേൾക്കാണ്ടേനു. ഇന്ന് നമുക്ക് പിന്നെ ഉച്ചക്കത്തെ ചോറിൻ്റെ പണിയില്ല, നമുക്ക് ഹണി മന്തി വാങ്ങാൻ വിചാരിച്ച്. അപ്പോൾ പിന്നെ കിച്ചണൊക്കെ ക്ലീനാക്കി വെക്കാൻ വിചാരിച്ച്. വേറെ പ്രത്യേകിച്ച് പണിയില്ലല്ലോ, പുറത്തുനിന്ന് വാങ്ങല്ലേ. അപ്പം 1/2 കിലോ വാങ്ങണുള്ളൂ ഉച്ചക്കത്തേക്ക്. ചിലപ്പോൾ അത് ബാക്കിയുണ്ടാവും. അപ്പോൾ രാത്രി തിന്ന് അല്ലെങ്കിൽ പത്തിരി ആക്കാൻ വിചാരിച്ച്. അങ്ങനെ ഇതാ പാത്രമൊക്കെ രാവിലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കുറേ, അതൊക്കെ കേൾക്കാൻ വേണ്ടി നിന്ന്. ഞായറാഴ്ച ആയിട്ട് പിന്നെ കല്യാണമൊന്നുമില്ല, പിന്നെ വീട്ടിൽ തന്നെയാണ്, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ. പിന്നെ മക്കളത് കുളിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിരിക്കണ്. ചെറിയ ആളെ കുളിപ്പിക്കുമ്പോൾ തന്നെ ഓനക്കും കുളിക്കണം പറഞ്ഞു, മൂത്താക്കും. പിന്നെ ഫസ്റ്റ് ഓനെ കുളിപ്പിച്ച് ശരിയാക്കി പിന്നെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തതുകൊണ്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഓനെ ഉറങ്ങി. ഞാൻ പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യുമ്പം അനിയത്തി പിന്നെ അകടിച്ചാരാനും തുടയ്ക്കാനൊക്കെ ഓള് നിന്ന്. ഞാൻ പിന്നെ കിച്ചൺ ക്ലീനാക്കാൻ വിചാരിച്ച്. ഞായറാഴ്ച പിന്നെ അധികം ഒന്നുകിൽ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനെ ഉണ്ടാക്കൽ. ഇന്നലെ പിന്നെ ഇപ്പം രാത്രി വരുമ്പോൾ ബിരിയാണി കൊണ്ടുവന്നേനു. പിന്നെ അടുപ്പിച്ചിപ്പം ബിരിയാണി തന്നെയാണ് അധികം. നെയ്ച്ചോർക്കാണെങ്കിൽ അനിയത്തിക്ക് വലിയ താല്പര്യമില്ല. അപ്പം പറഞ്ഞ് ഇന്ന് മീനാണ്, മത്തിയാണ് കിട്ടിയത്. ആ മത്തിയാണ് നമ്മൾ കൂട്ടുമില്ല, നമുക്കെന്നാൽ മന്തി വാങ്ങാൻ വിചാരിച്ച്. അപ്പോൾ ഞാൻ നമുക്ക് ഹണി മന്തി ആക്കാം. ഹണി മന്തി നമ്മൾ കഴിച്ചിട്ടുമില്ല, അതിൻ്റെ ടേസ്റ്റൊന്നും അറിയാമല്ലോ. അധികം നമ്മൾ കാന്താരിയും അൽഫാമും അങ്ങനെയൊക്കെ വാങ്ങൽ മന്തി. അപ്പം അങ്ങനെ ഹണി മന്തി ആക്കി. ഇപ്പോൾ പിന്നെ രാവിലെ പുറത്ത് പോയതേനു. പിന്നെ ഇപ്പോൾ വന്ന് പിന്നെ ചായ കുടിക്കാൻ ഉപ്പൊക്കെയുള്ളതൊക്കെ നമ്മൾ കൊണ്ടുപോയി സെറ്റാക്കി വെച്ച് കൊടുത്ത്. പിന്നെ ഇപ്പോൾ വരുമ്പോൾ ഫ്രൂട്ട്സ് കൊണ്ടുവന്നേനു, വത്തക്കയും മാങ്ങയും കക്കിരിയൊക്കെ കൊണ്ടുവന്നേനു. അപ്പോൾ മോനിക്ക് കക്കിരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കത് കട്ട് ചെയ്ത് പ്ലേറ്റിൽ വെച്ച് കൊടുത്ത് ഞാനും കഷ്ണം തിന്ന്. പിന്നെ ഇതാ ചെറിയ ആൾ നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ ഓൻ്റെ അലമാര ഒന്ന് വൃത്തിയാക്കി വിചാരിച്ച്. ഇത് രണ്ടാളതും കൂടിയുള്ള അലമാരാണ്. അപ്പോൾ ഫസ്റ്റത്തത് മോൻ്റെ ഡ്രസ്സ് വെച്ച് അങ്ങനെ ഫുള്ള് കണ്ടോ. മേലത്തെ വൃത്തിയാക്കിയിട്ട് കാര്യമില്ല, എൻ്റെ മൂത്താൾ ഫുള്ളും നല്ലപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പണിയാക്കും. ഞാൻ മോൻ്റേത് ഇന്ന് നല്ല അടുക്കി വെക്കാൻ വിചാരിച്ച്. എല്ലുമാടി ആകുമ്പോൾ എനിക്ക് പിന്നെ മടിക്കൊക്കെ മടിയാവും. അപ്പോൾ ഒന്ന് ചെറുതിൻ്റെതാക്കിയൊക്കെ അടിച്ച് ഇപ്പം നല്ല നീറ്റിലൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ 2 ദിവസം കഴിഞ്ഞാലത് പിന്നെ തെറ്റും. ഓരോന്ന് എടുക്കുമ്പോൾ അധികം സൗകര്യമില്ല. ഒരാൾക്ക് നമുക്ക് ഫുള്ളും ഓക്കെയാണ്, രണ്ടാക്കുമ്പാടി വെക്കുമ്പോൾ അധികം സൗകര്യമില്ലാത്ത മാതിരിയാണ്. പിന്നെ അവന് പുതിയ ഡ്രസ്സൊക്കെ പിന്നെ മേലെ എൻ്റെ റൂമിലാണ്. ഇതുവരെ വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സൊക്കെ അപ്പോൾ അതാ ഓരോന്നെടുത്ത് സെറ്റാക്കി മടിക്കൊക്കെയാണ്. ഇത് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, പിന്നെ ഇത് അതേമാതിരി തന്നെ പഴയമാതിരി തന്നെ ഓരോന്നിങ്ങനെ എടുക്കുമ്പോഴും അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ ഓരോന്നും എടുക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ട്രൗസർ വേറെ, ബനിയൻ വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് സെറ്റ് ഡ്രസ്സ് വേറെ അങ്ങനെ ആക്കി വെച്ച്. അതാകുമ്പോൾ പിന്നെ എടുക്കാൻ സുഖമാണല്ലോ. പിന്നെ അത് അധികം ട്രൗസറും സെറ്റ് ഡ്രസ്സ് ഉള്ളതൊക്കെ ഞാൻ ട്രൗസർ സെപ്പറേറ്റ് ആക്കി വെച്ചത്. ട്രൗസറിനാണ് കൂടുതൽ ആവശ്യം ഉണ്ടാവുക. ചിലപ്പോൾ ഞാൻ ക്ലോത്ത് പേപ്പർ ഇട്ട് കൊടുക്കും, ചിലപ്പോൾ ഞാൻ ബമ്പേഴ്സ് ഇട്ട് കൊടുക്കും. ബമ്പേഴ്സിന് അധികം രാത്രി ഇട്ട് കൊടുക്കൽ. അങ്ങനെ ഇതാ ഫുള്ളും മടിക്കൊക്കെ വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് കലമാറിലേക്ക് സെറ്റാക്കി വെക്കണം. അപ്പോൾ ഓരോന്നോരോ ഭാഗമാക്കി വെക്കാണ്. ഇതുള്ളിൽ എത്ര സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ മേലേന്ന് അടിയിൽ നിന്നൊക്കെ വലിക്കുമ്പോൾ മേലത്തതൊക്കെ ഇങ്ങനെ വീണു. അപ്പോൾ പിന്നെ രണ്ടാമതും കൊളാവും. അങ്ങനെ ഇപ്പോൾ ഓരോന്നും ഞാൻ സെറ്റാക്കി വെക്കാണ്. അപ്പോഴത്തേന് ഇപ്പോൾ അതാ മോനായിട്ട് ഫുഡ് വാങ്ങാൻ വേണ്ടി പോയി. പിന്നെ ഞാൻ വേഗം കുളിച്ച് മാറ്റി ഫ്രഷായി
പിന്നെ അതാ ഇപ്പോൾ ഒന്ന് ഫുഡൊക്കെ കാസ്ട്രോളിലൊക്കെ ആക്കി വിചാരിച്ച് ഫുഡ് കഴിക്കാതിരിക്കല്ലോ വിചാരിച്ച്. മോൻ ഉറങ്ങിയിരിക്കണേ, പിന്നെ എനിക്കും അനിയത്തിക്കും മാത്രം മതി പറഞ്ഞ്. ഇപ്പാണ് നേരം വൈകിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് ഇപ്പൊക്കെ വേണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓരോന്ന് കവർന്ന് മാറ്റാം കാസ്ട്രോളിലൊക്കെ ആക്കിയൊക്കെ വിചാരിച്ച്. ഹണി മന്തി പിന്നെ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. മറ്റേ മന്തിയൊക്കെ കാന്താരിയും അൽഫാമൊക്കെ കഴിക്കുന്നതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട്. മധുരം ഓവർ മധുരമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഫുഡൊക്കെ ടേബിളിൽ കൊണ്ടുവച്ച് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഹണി മന്തി കഴിക്കണത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം മധുരവും ഇല്ല. അങ്ങനായിട്ട് പിന്നെ ഇപ്പം വരുമ്പോൾ നല്ല പൈത്ത മാങ്ങ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിക്കായിട്ട് ചോറ് കഴിഞ്ഞിട്ട് ഒരു മധുരത്തിന് അവന് മാങ്ങ എടുത്ത് നല്ലോണം കേക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാം. കട്ട് ചെയ്തെടുത്ത് ഫുള്ളും ഞാൻ തന്നെ കഴിച്ച്. നല്ല മധുരമുണ്ട്. ചിലതിങ്ങനെ പൈപ്പ് മാത്രം ഉണ്ടാവുള്ളൂ, മധുരം കുറവായിരിക്കും. ഇത് രണ്ടുമുണ്ട്, പഴുത്തും ചെയ്തിട്ട് നല്ല മധുരവും ഉണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങണമൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ മോൻ ഇരിക്കുന്നത്. ഓൻ ഇരിച്ചാൽ പിന്നെ ഉറങ്ങാൻ കഴിയില്ല. ഓൻ്റെ ഉറക്ക് കഴിഞ്ഞിരിക്കണമല്ലോ. പിന്നെ ഓനെ എടുത്ത് ഞാൻ ഇങ്ങനെ കളിച്ചിരിക്കും. മറ്റേ മൂത്താൾ ഉറങ്ങാണ്. അപ്പോൾ പിന്നെ ഓൻ്റെ അടുത്ത് കിടത്താനും പറ്റില്ല. ഓൻ്റെ ഉറക്ക് സുയിപ്പാക്കുകയും ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ലേ. പിന്നെ വൈകുന്നേരത്തേക്കുള്ള ചായ വേണം പറഞ്ഞപ്പോൾ ഇപ്പം ചായക്കുള്ള വെള്ളം വെച്ച് ഇപ്പം പറഞ്ഞ് പഴംപൊരി ആക്കാൻ വിചാരിച്ച്. പഴം ഉണ്ടായിരുന്നു. അങ്ങനെതാ ചായ ഞാനാക്കാം. കട്ടനാണ് ഇപ്പൊക്കെ, കട്ടനാണ് ഇപ്പം. ഏലക്കായൊന്നും പറ്റൂല. എനിക്ക് പിന്നെ ഏലക്കായിട്ട് ചായയൊക്കെ ഇഷ്ടം. അങ്ങനെ പിന്നെ ചായ ആക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിനമ്മ അവിടുന്ന് പഴംപൊരിക്കുള്ള മാവൊക്കെ സെറ്റാക്കണുണ്ട്. പഴക്കന്മാരീനുണ്ട്. പിന്നെ അതാ ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ നല്ലോണം പതിച്ച് വരുന്നുണ്ട്. അപ്പം അത് പതിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തതാണ്. പിന്നെ പെട്ടെന്ന് ഓഫാക്കി, അഥവാ ചിന്തിപ്പോയാലോ. അങ്ങനെ പിന്നെ പഴംപൊരി ഉണ്ടാക്കാനുള്ള പാനൊക്കെ വെച്ച് ഓയിലൊക്കെ ഒഴിച്ച് നല്ലോണം കാഞ്ഞിക്കണം. അങ്ങനെ ഓരോന്നായിട്ട് ആ മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചായയുടെ നേരത്തെ കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ കൊലായിലിരുന്നിട്ടാണ് ചായ കുടിക്കുന്നത്. മോൻ മുറ്റത്ത് കളിക്കുന്നതുകൊണ്ട് ഇപ്പോഴാണ് പുല്ലൊക്കെ പറിക്കുകയാണ്. കുറേ മുറ്റത്ത് പുല്ലൊക്കെ പൊന്തിക്കണേ. ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വത്തക്ക വത്തക്ക എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഞാൻ പിന്നെ അത് മുറിച്ചിട്ട്, മോനക്കും ഇഷ്ടമാണ്, മോനക്കും കൊടുക്കൽ എനിക്കും കഴിക്കല്ല വിചാരിച്ചിട്ട് അതെടുത്ത്. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലേനു. പിന്നെ മക്കളപ്പുറം ഇങ്ങനെ കുറച്ച് കളിച്ച് പിന്നെ ഓരൊക്കെ ഫ്രഷാക്കി കൊടുത്ത്. മോമിന് ഉച്ചയ്ക്ക് തന്നെ ചോറുന്നില്ലേനു. അപ്പോൾ ഓനക്കുള്ള ഫുഡ് വേഗം കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഫ്രഷായി ഫുഡ് കഴിക്കാൻ വേണ്ടി തിന്നു. പിന്നെ ഉച്ചക്കത്തെ മന്തി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ കഴിച്ച് പിന്നെ ഇതാ കിടക്കാൻ വേണ്ടി വന്നതാണ്. കിടക്കാൻ എന്തായാലും നേരം വൈകും. അപ്പോൾ അതാ കളിക്കണ തിരക്കിലാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.